അഭിമാന മുഹൂർത്തത്തിനായി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ഏകദേശം 10:15 കൂടിയാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്തെത്തുന്നത്. പ്രദേശം ചുറ്റിക്കണ്ട ശേഷം 11:10 മുതലാണ് കമ്മീഷനിങ്ങിന്റെ ചടങ്ങുകൾ തുടങ്ങുക. 45 മിനിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ സംസാരിക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജനപ്രതിനിധികളും ചേർന്നാണ് സ്വീകരിച്ചത്. രാജ്ഭവനിലാണ് ഇന്നലെ രാത്രി പ്രധാനമന്ത്രി തങ്ങിയത്. ആയിരക്കണക്കിന് ആളുകളാണ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9:30 മുതലായിരുന്നു പൊതുജനങ്ങളെ ചടങ്ങുകളിലേക്ക് പ്രവേശിപ്പിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരം. പോർട്ട് റേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ബർത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 11-ന് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക. 12-ഓടുകൂടി പ്രധാനമന്ത്രി മടങ്ങും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സർദാനന്ദ സോന, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, MP-മാരായ ശശി തരൂർ, അടൂർ പ്രകാശ് MLA, മേയർ ആര്യ രാജേന്ദ്രൻ, ഗൗതം അദാനി, കരൺ അദാനി, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരാവും വേദിയിൽ ഉണ്ടാവുക.